ഒരു സിനിമയ്ക്ക് എത്രത്തോളം തരം താഴാൻ പറ്റുമോ അതെല്ലാം ആയിട്ടുണ്ട് ഈ പടം. കർത്താവേ, എന്റെ മോൻ വീണ്ടും ദുർബുദ്ധി കാണിച്ചു. ഒരു മനസമാധാനമില്ല. ഇതെന്തൊരു പരീക്ഷണമാ എന്റെ ഈശ്വര. ഓടി രക്ഷപ്പെട്ടോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പ്യൂർലി ഡിസാസ്റ്റർ എന്ന് തന്നെ പറയാം. ഉദയകൃഷ്ണ ഇതുവരെ ഡെവലപ്പ് ആയിട്ടില്ല. ഞാൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം. ആളുകളുടെ വായ അടയ്ക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞാണച്ചോ. എന്താ ഈ പുഷും പുള്ളല്ലേ അവന്റെ പണി. പലതും കാണിക്കും. അത് ഇത് വേണോ വേണ്ടെന്ന് അവർ തീരുമാനിക്കും. തള്ളേ ഇതിന്റെ സമയത്തിന് വിലയില്ല തീരെ തന്നെ. ലാസ്റ്റ് ഒരു 5 മിനിറ്റ് ഒരു ലുക്ക് ലൂയിസ് വ്യൂട്ടൺ ഇത്രയൊക്കെ. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ. അഷ്ടമാധിപനും തമ്മിൽ പരിവർത്തനം, പിന്നെ രാഹു ദശയിൽ അഷ്ടമാധിപന്റെ അപഹാരവും. അവിടുത്തെ ഗ്രാഫിക്സ് കൊള്ളു അതൊക്കെ വെച്ച് നോക്കിയത് വെറും ശവം. ഇത് അങ്ങനത്തെ ഗ്രാഫിക്സ്. അങ്ങനെ ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയും പോയി. ഇനി ഈ ഒരു സാധനത്തിന്റെ കുറവും കൂടെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ദിലീപിന്റെ കരിയർ ബെസ്റ്റ് മൂവിയാണ്. ഇത്രയും നിലവാരമാണ് ദിലീപിന്റെ കരിയറിൽ ഉണ്ടായിട്ടില്ല. ത്രില്ലർ, റൊമാന്റിക്, എല്ലാ എലമെന്റ്സും കൂടെ മിക്സഡ് ആയിട്ടുള്ള. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാപ്പ് തരണം. ഒരിക്കലും ഞാൻ ഇവന് ഒത്തു കളിക്കില്ല. ആരടാ അവളെന്ന് ചൈന ഭാഷ പറയുന്നോടാ. തമ്മനയുടെ കാര്യം പറഞ്ഞു. നമ്മൾ ഐറ്റം ഡാൻസിൽ പ്രതീക്ഷിച്ചു. എങ്ങനെ? അല്ല ഞാനതൊക്കെ ഇങ്ങനെ എങ്ങനെ തമന്ന എങ്ങനെ ഉണ്ടായി? തമന്ന ഗംഭീരായിരിക്കും. അപ്പൊ വയസ്സുകാലത്ത് മുത്തച്ഛനും ഒരു കൈ നോക്കാൻ വന്ന് തന്നെ. കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇനിയുണ്ട് ദിലീപിന്റെ. അദ്ദേഹത്തിന് തന്നെ അറിയില്ല അദ്ദേഹം ഈ സിനിമയിൽ എന്തിനാണ് ഇതിപ്പോ ഏതും എടുക്കணும் ഒരു അബദ്ധം പറ്റൂലോ. ഏറ്റവും മോശം സിനിമകളിൽ മുൻപന്തിയിൽ ഈ സിനിമ നിൽക്കും എന്നുള്ളത് പേഴ്സണലി എനിക്ക് യാതൊരു തർക്കവുമില്ല. നോവല് ഞാൻ ഇനി എങ്ങനെ ഫിനിഷ് ചെയ്യും? ഹണ്ടിങ്ങിന് കൊണ്ടുപോയിട്ട് കാട്ടുമന്നിക്ക് പകരം നിന്നെ വെടിവെച്ച് കൊല്ലുന്നിടത്ത് ഫിനിഷ് ചെയ്യണം. എനിക്ക് അപ്പോഴേ തോന്നി മൈക്കൽ ജാക്സന്റെ ത്രില്ലർ വരും, കോപ്പ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണിയാ കുത്തിപ്പിടിക്കും. അയ്യോ സിഗരറ്റ്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു.